സഖ്യന്റെ മകൻ എന്ന പ്രസിദ്ധമായ കവിത എഴുതിയത് ആര്? ഇടശ്ശേരി, വൈലോപ്പിള്ളി, സുഗതകുമാരി, NN കക്കാട്. വൈലോപ്പിള്ളിയാണ് അല്ലെ. കേരള പാണിനിയം, വൃത്തമഞ്ജരി. കേരള പാണിയം, വൃത്തമഞ്ജരി, മണിദീപിക, ഭാഷാഭൂഷണം എന്നീ കൃതികൾ രചിച്ചത് ആര്? AR രാജരാജവർമ്മയാണ്. ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പുതിയ ഭാഷ? ഏതാണ്? മലയാളം. എന്താ മക്കളെ? മലയാളമാണ്. മലയവിലാസം രചിച്ചത് ആര്? മലയവിലാസം. മലയവിലാസം AR രാജരാജവർമ്മ അല്ലേ? വിമർശക ഹാസ്യ കവിതകളിലൂടെ ചിരിയും ചിന്തയും ഉണർത്തുന്ന കവി എന്നറിയപ്പെടുന്നത്? ചെമ്മനം ചാക്കോവാണ്. സഫലമീ യാത്ര രചിച്ചത് ആര്? സഫലമീ യാത്ര NN കക്കാട്. കേരളത്തിൽ ലിപി സമ്പ്രദായം പ്രചരിപ്പിച്ചത് ആര്? ബുദ്ധമതക്കാർ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വരികൾ ആരുടെ എഴുതിയതാര്? അക്കിത്തം അല്ലെ. എന്താണ്? അക്കിത്തം. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം? രാമചന്ദ്രവിലാസം. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് ആര്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഏതു രാജാവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് രാമപുരത്തുകാരുടെ കുചേല വൃത്തം വഞ്ചിപ്പാട്ട്? മാർത്താണ്ഡവർമ്മ. രാത്രിമഴ, മുത്തുച്ചിപ്പി, അമ്പലമണി, ദേവദാസി എന്നീ കവിതകൾ രചിച്ചത് ആര്? സുഗതകുമാരി. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത്? സ്നേഹഗായകൻ കുമാരനാശാൻ. മാധുത്വത്തിന്റെ കവിയത്രി എന്നറിയപ്പെടുന്നത്? ബാലാമണിയമ്മ അല്ലെ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത്? വള്ളത്തോളാണ്. തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത്? വയലാർ രാമവർമ്മ. കേരളം വളരുന്നു രചിച്ചത് ആര്? പാല നാരായണൻ നായർ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി? ശബ്ദസുന്ദരൻ. ശബ്ദസുന്ദരൻ ആരാണ്?
വള്ളത്തോളാണ് കേട്ടോ. പങ്കിപ്പണിക്കർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? പങ്കിപ്പണിക്കർ. CV രാമൻ പിള്ള. പച്ച മലയാളം പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതി? നല്ല ഭാഷ. ഇത്തറവാടുത്ത മോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു ഭൂമിയിൽ ആരുടെ വാക്കുകളാണ്? ഇത്തിരി കവിതയൊക്കെ പഠിക്കാൻ പഠിച്ചു. വിനോദ് സാർ ഓപ്പോസിറ്റ് നിൽക്കുമ്പോ വേറെ വഴിയില്ലല്ലോ. ആരുടെയാണ്? പറഞ്ഞേ. ഇടശ്ശേരിയാണ് കേട്ടോ. ഇടശ്ശേരിയാണ്. നല്ല ഭാഷയാണോ? എന്റെ ഭാഷ നല്ല ഭാഷയാണല്ലോ. ഓ അങ്ങനെ മറ്റേ ഭാഷ പറഞ്ഞാണോ? ഓക്കെ ഓക്കെ. ആരുടെ തൂലികാ നാമമാണ് സഞ്ജയൻ? MR നായർ അല്ലെ? MR നായരാണ്. ടോമി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര്? MP നാരായണ പിള്ള. മലയാളത്തിലെ ആദ്യത്തെ വിലാപ കാവ്യമായ ഒരു വിലാപം രചിച്ചതാര്? CS സുബ്രഹ്മണ്യൻ പോറ്റിയാണ്. Then വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന വിശേഷതമുള്ള കവി? കുമാരനാശാൻ. ഏത് പ്രശസ്ത കവിയുടെ മകളാണ് സുഗതകുമാരി? ബോധേശ്വരൻ. കുരുക്ഷേത്രം രചിച്ചതാര്? അയ്യപ്പ പണിക്കർ. മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം നേടിയ കവി ആരാണ്? കുമാരനാശാനാണ് അല്ലെ? കുമാരനാശാൻ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മ. മലയാളത്തിലെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്നത്? G ശങ്കരക്കുറുപ്പ്. അമ്മ മലയാളം രചിച്ചതാര്? അമ്മ മലയാളം. കൂരിപ്പുഴ ശ്രീകുമാറാണ് കേട്ടോ. കൂരിപ്പുഴ ശ്രീകുമാറാണ്. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത്? കുഞ്ചൻ നമ്പ്യാരാണ്. തച്ചന്റെ മകൾ, മഴുതൻ മറ്റേതോ മുഖം, മൃഗ ശിക്ഷകൻ എന്നീ കവിതകൾ രചിച്ചത് ആര്? വിജയലക്ഷ്മി. സാമ്പിൾ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാള കവി? കുമാരനാശാൻ. പരീത് കുട്ടി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര്? തകഴിയാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്? കേരളവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ? വാസനാവികൃതി. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത്?
ഇടശ്ശേരി. സുഭദ്ര എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര്? CV രാമൻ പിള്ള. ആരുടെ തൂലികാ നാമമാണ് നന്ദനാർ? PC ഗോപാൽ അല്ലെ? PC ഗോപാൽ. പഞ്ചദ്രാവിഡ ഭാഷകൾ ഉൾപ്പെടാത്തത് ഏത്? കൊങ്കിണിയാണ്, കൊങ്കിണി. എന്റെ കഥ, നഷ്ടപ്പെട്ട നീലാംബരി, നിർമ്മാതളം പൂത്തകാലം എന്നിവ രചിച്ചത് ആര്? മാധവിക്കുട്ടി. കേരള സാഹിത്യ അക്കാദമിയിലെ ആദ്യ ഉപാധ്യക്ഷനായ കവി? വള്ളത്തോളാണ്. ആരുടെ തൂലികാ നാമമാണ് വിലാസിനി? MK മേനോൻ. കറുത്തമ്മ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? ചെമ്മീല് തകഴിയാണ്. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ചത് ഏത്? പ്രരോദനം. ഓപ്ഷൻ D ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബുദ്ധമതത്തോട് ചായ്പ് പുലർത്തിയ മലയാള കവി ആര്? കുമാരനാശാൻ. മഹാചര്യ സംഗ്രഹം രചിച്ച തിരുവിതാംകൂർ രാജാവ്? വിശാഖം തിരുനാൾ. മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം? സംക്ഷേപ വേദാർത്ഥം. കേരള ചോസർ എന്നറിയപ്പെടുന്നത്? ചീരാമനാണ്. ഇനിയൊരു അമ്പാണം കൂടി തരട്ടെ? അല്ല, ഒരു വഴിക്ക് പോകുമ്പോഴേ, അതോ ബാക്കി നാളെ തന്നാ മതിയോ? ഇനിയൊരു ഒരുപാടൊന്നുമില്ല. ഇന്ന് 250 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ UP എക്സാമിന്റെ മോഡലിൽ ഒരു 50 100 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു ബൈബിൾ അങ്ങനെ പോവാണല്ലേ? ഓക്കെ, ഒരു വഴിക്ക് പോവല്ലേ, അങ്ങനെ പോവാ. ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെടുന്ന കവി? എത്ര നാൾ എന്റെ പിള്ളേർക്ക് ആക്രാന്തമാണ്. എന്നാ മിസ് കിടന്ന് കഷ്ടപ്പെടുന്നില്ല. ഉള്ളൂരാണ്. എന്താണ്? ഉല്ലേഖ നായകൻ അറിയപ്പെടുന്ന ഉള്ളൂരാണ്. ആരുടെ തൂലികാ നാമമാണ് തിക്കൊടി? തിക്കൊടിയൻ. ആരുടെ തൂലികാ നാമമാണ് തിക്കൊടിയൻ? P കുഞ്ഞിരാമൻ, കുഞ്ഞനന്തൻ നായർ. എന്താണ്? P കുഞ്ഞനന്തൻ നായരാണ്. അവനവൻ, കടമ്പ, ദൈവത്താർ എന്നിവ രചിച്ചത് ആര്? ദൈവത്താർ. അതെ, അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. കാപാലമാണ്, കാപാലം. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ? രാഷ്ട്രീയ നോവൽ ഏതാണ്? പാറപ്പുറമാണ് കേട്ടാ, പാറപ്പുറം. സൂര്യ നമ്പൂരിപ്പാട് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഇന്ദുലേഖ. കേരള മപ്പാസൻ? തകഴിയാണ്. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ആര്? ആശാനുണ്ട് വെള്ളച്ചോറ് എന്നാണല്ലേ? ആശാനുണ്ട് വെള്ളച്ചോറ്. അപ്പൊ ആരവിടെ ഇല്ല? ആരില്ല? നമ്മുടെ ചങ്ങമ്പുഴയില്ല. കേരള കലാമണ്ഡലം സ്ഥാപിച്ച കവി? വള്ളത്തോളാണ്. കേരള നിയമസഭാ അംഗമായ കവി?
കടമനിട്ട. ആരാണ്? കടമനിട്ട. ആരുടെ തൂലികാ നാമമാണ് ഏകലവ്യൻ? KM മാത്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ഏതാണ്? സ്വർഗദൂതൻ. എന്താണ്? സ്വർഗദൂതൻ. പളനി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? അതും നമ്മുടെ തകഴിയൻ അല്ലെ. ജോഷോ ഫൗണ്ടേഷൻ അവാർഡിന് മലയാളത്തിൽ ആദ്യമായി അർഹത നേടിയത്? ONV ആണ് കേട്ടോ. ONV. ഗാന്ധിജിയെ കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര്? വള്ളത്തോൾ ആണ്. വള്ളത്തോൾ. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത്? MT വാസുദേവൻ നായർ. ആരുടെ തൂലികാ നാമമാണ് ഉറൂബ്? PC കുട്ടിക്കൃഷ്ണൻ. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത്? ഉള്ളൂരാണ്. ഉള്ളൂര് കേട്ടോ. അപ്പുണ്ണി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? അപ്പുണ്ണി. MT ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് കഥാപാത്രങ്ങൾ, കൃതികള്, ഇതിലാണ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സരസ്വതി സമ്മാനത്തിന് മലയാളത്തിൽ നിന്നും ആദ്യമായി അർഹത നേടിയത് ആരാണ്? ആരാണ് പറയൂ മക്കളെ. ആരാണ്? ബാലാമണിയമ്മ അല്ലെ. ബാലാമണിയമ്മ. ക്ഷയരോഗം ബാധിച്ച് 1948 അന്തരിച്ച മലയാള കവി ആര്? ചങ്ങമ്പുഴയാണവേ. MP പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ തൂലികാ നാമം? പ്രേംജി അല്ലെ. മലയാളത്തിലെ ആദ്യത്തെ സാമുദായിക നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് രചിച്ചത്? BT ഭട്ടതിരിപ്പാട്. DC കിഴക്കേ മുറിയുടെ മുഴുവൻ പേര്? ഇങ്ങനെ പേരുണ്ടാ? ഡൊമിനിക് ചാക്കോ കിഴക്കേ മുറിയാണ്. എന്താണ്? ഓപ്ഷൻ D ആണ്. ഡൊമിനിക് ചാക്കോ കിഴക്കേ മുറി. കുഞ്ചൻ നമ്പ്യാരുടെ പുരസ്കർത്താവായിരുന്ന തിരുവിതാംകൂർ രാജാവ്? മാർത്താണ്ഡവർമ്മ. അനന്ത പത്മനാഭൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? അനന്ത പത്മനാഭൻ. ഒക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. ഇന്നലെ ഇവിടെ പറഞ്ഞു. CV രാമൻ പിള്ള. അയ്യോ, ഇത് കുറച്ച് കപട ലോകത്തിൽ എന്നുടെ, അങ്ങനെ പാടിയാൽ മതിയോ? വേണ്ട. കപട ലോകത്തിനുടെ കാപണ്യം സകലം കാണുന്നതാണ് ഞാൻ പരാജയം എന്ന് രചിച്ചത് ആര് മക്കളെ? എന്താണ്? കുഞ്ഞുണ്ണിയാണ്. കുഞ്ഞുണ്ണി കേട്ടോ. ആൻസർ കുഞ്ഞുണ്ണിയാണ്. ആണോ? ജനകീയ കവിതയുടെ ശുക്രനക്ഷത്രം എന്ന നിരൂപകർ വിലയിരുത്തിയ കവി നമുക്കറിയാം. ആരാണ്? പറഞ്ഞേ. നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാർ. ആരുടെ തൂലികാ നാമമാണ് അയ്യനേത്ത്? അയ്യനേത്ത്. പത്രോസ്. AP പത്രോസ്. ജ്ഞാനപീഠത്തിന് അർഹനായ രണ്ടാമത്തെ മലയാള കവി ആരാണ്? ONV ആണ്. എന്താണ്? ONV. അപ്പുക്കിളി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്? അപ്പുക്കിളി പറഞ്ഞേ. OV വിജയനാണ് അല്ലെ.
OV വിജയനാണ്. മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ, മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ. ഇതിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്റെ നാടു കടത്തൽ. സൂര്യകാന്തി എന്ന കവിത രചിച്ചതാര്? സൂര്യകാന്തി. ജി ശങ്കരക്കുറുപ്പ്. ഓപ്ഷൻ ബി ആണ്. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവി ശ്രീ ആരാണ്? പറഞ്ഞേ. വൈലോപ്പിള്ളിയാണ്. മലയാളത്തിലെ ആദ്യത്തെ എക്സ്പ്രഷനിസ്റ്റ് നാടകം ഇതാണ്. സമത്വവാദിയാണ് ട്ടാ. സമത്വവാദി തരിയൊന്നുമില്ല, സമത്വവാദിയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ദെൻ ആരുടെ തൂലികാനാമമാണ് ഇന്ദുചൂടൻ? ഇന്ദുചൂടൻ KK നീലകണ്ഠൻ. ആരാണ്? മോഹൻലാൽ അല്ലേ? ആണോ? ഞാൻ വെറുതെ പറഞ്ഞാണ്ടാ. ഇന്ദുചൂടൻ KK നീലകണ്ഠനാണ്. അത് രണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കട്ടക്കയം ചെറിയാൻ മാപ്പിള. പിന്നെ വീണ്ടും ഈ പാട്ട് പിന്നെയും വരണോ? കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമാണ് എന്റെ പരാജയം. അത് എന്നെ കുറിച്ചാണ് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്നത്. വീണ്ടും വീണ്ടും ഇങ്ങനെ പാവാണ്ടാന്ന് പറയാണ് ചങ്ങമ്പുഴ അല്ലെ? മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യം? കേശവീയം. മലയാളത്തിലെ ആധികാരിക വൃത്തലക്ഷണ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത്? വൃത്തമഞ്ജരി. എന്താണ് മക്കൾ? വൃത്തമഞ്ജരി. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത്? കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. രാജ്യസഭാ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി? ജി ശങ്കരക്കുറുപ്പ്. തിരുവിതാംകൂർ ആക്ടിംഗ് ചീഫ് സെക്രട്ടറി പദം വഹിച്ച കവി? ഉള്ളൂരാണ്. ഉള്ളൂര്. താഴെ കൊടുത്തിരിക്കുന്നവൽ ഭാര്യാ വിയോഗം വിഷമമായിട്ടുള്ള കൃതിയാ? കണ്ണുനീർത്തുള്ളി. എന്താണ്? കണ്ണുനീർത്തുള്ളിയെ എന്തോട് ഉപമിക്കല്ലേ? ദെൻ ആരുടെ രചനകളാണ് കാച്ചിക്കുറുക്കിയ കവി എന്നറിയപ്പെടുന്നത്? കാച്ചിക്കുറുക്കി നമ്മൾ അപ്പഴേ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും വന്നതേ. വൈലോപ്പിള്ളിയാണ്. ആരുടെ തൂലികാ നാമമാണ് ആനന്ദ്? സച്ചിദാനന്ദൻ. മൂർത്തിദേവി അവാർഡ് മലയാളത്തിൽ നിന്നും ആദ്യമായിട്ട് അർഹത നേടിയത്? അഖിതമാണ്. അഖിതം. മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി? എന്ത് കൃതിയാവോ? അതാണ് ഏതാണ്? വർദ്ധമാന പുസ്തകം. ഗാനരചനയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള കവി? കടമനിട്ട. വൈത്തിപ്പട്ടർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? വൈത്തിപ്പട്ടർ. 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 ചന്തു മേനോൻ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കവി? കുഞ്ചൻ നമ്പ്യാർ ആണ് അല്ലെ? കുഞ്ചൻ നമ്പ്യാർ. ടാറ്റ ബൈ ബൈ, സി യു.